ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബാംഗ്ലൂരിലെ വീട്ടിലെത്തിച്ചു. ഇന്ന് 3 മണിവരെ BL ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം അതിനുശേഷം ജന്മനാടായ പാലക്കാട് എത്തിക്കും. എളമ്പുലശ്ശേരി UP സ്കൂളിലും നിരഞ്ജന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. സംസ്കാരം ഇന്നുണ്ടായേക്കില്ല എന്നാണ് സൂചന. വിവരങ്ങളുമായി AK ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഇന്ന് 3 മണിവരെയാണ് ബാംഗ്ലൂർ BL സ്കൂൾ ഗ്രൗണ്ടിൽ, അദ്ദേഹം പഠിച്ച സ്കൂൾ ഗ്രൗണ്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. ഏകദേശം എത്ര മണിക്കായിരിക്കും സ്വദേശമായ പാലക്കാടേക്ക് മൃതദേഹം എത്തിക്കുക? മറ്റു വിവരങ്ങൾ? സുരേഷ്, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സൈനിക വിമാനത്തിൽ നിരഞ്ജന്റെ മൃതദേഹം ബാംഗ്ലൂരിൽ എത്തിച്ചത്. ഇന്ന് രാവിലെ സൈനിക ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും മൃതദേഹം ഇപ്പോൾ ബംഗളൂരുവിലെ നിരഞ്ജന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും സുരേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരഞ്ജൻ പഠിച്ച BL തൊണ്ടബൊമ്മയിലുള്ള BL ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് മാറ്റുക. അവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നത്. സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ഒപ്പം കർണാടക സർക്കാരിന്റെ പ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെയാകും നിരഞ്ജന് അന്തിമോപചാരം അർപ്പിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് റോഡ് മാർഗം ബംഗളൂരുവിൽ നിന്ന് 3 മണിക്ക് ശേഷം നിരഞ്ജന്റെ മൃതദേഹം പാലക്കാടേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോയമ്പത്തൂരിൽ നിന്നുള്ള ഒരു സൈനിക സംഘവും മൃതദേഹത്തെ അനുഗമിക്കുമെന്നും പാലക്കാട് ജില്ലാ കളക്ടറിൽ നിന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്നും റോഡ് മാർഗമാണ് മൃതദേഹം പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ രാത്രി വളരെ വൈകിയാവും മൃതദേഹം മണ്ണാർക്കാട്ടെ എളമ്പുലശ്ശേരിയിലെ വീട്ടിലെത്തുക. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ പൊതുദർശനവും അതേപോലെ തന്നെ സംസ്കാര ചടങ്ങുകളും നടത്താനുള്ള ഒരു ക്രമീകരണത്തെ പറ്റിയാണ് ഇപ്പോൾ ബന്ധുക്കളും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ആലോചിക്കുന്നത്. സുരേഷ്, ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബാംഗ്ലൂരിലെ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇന്ന് 3 മണിവരെ BL ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം വൈകിട്ട് ജന്മനാട്ടിലേക്ക് കൊണ്ടുവരും. ഏകദേശം രാത്രിയായിരിക്കും മൃതദേഹം പാലക്കാട് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ എത്തുക. മൃതദേഹം നാളെ സംസ്കരിക്കും എന്ന സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്.